കുഞ്ഞുങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആവശ്യം വരുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ്? പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. കുഞ്ഞിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാണ് സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറയുന്നത് കുഞ്ഞിന് എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറക്കക്കുറവുണ്ടെങ്കിലോ, ഒരു ദേഷ്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ എഴുതുന്നതിലോ പഠിക്കുന്നതിലോ ശ്രദ്ധിക്കുന്നതിലോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കുമ്പം എങ്ങനെയുള്ളൊരു സൈക്കോളജിസ്റ്റിനെയാണ് കാണിക്കുന്നത്? എല്ലാവരും ഒരേ സൈക്കോളജിസ്റ്റ് തന്നെയാണോ? സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിനിക്കൽ സൈക്കോളജിയിലോ അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിയിലോ ഡെവലപ്മെന്റൽ സൈക്കോളജിയിലോ PhD ഉള്ള ഒരാളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതോടൊപ്പം തന്നെ ഈ സൈക്കോളജിസ്റ്റ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പ്രശ്നമുള്ള മേഖലയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം നമ്മൾ കാണുന്ന സൈക്കോളജിസ്റ്റ്. അതോടൊപ്പം തന്നെ ഈ സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എന്തൊക്കെ പ്രധാന അപ്രോച്ചുകളാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുഞ്ഞിനെ കാണിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ചസ് എന്ന് പറയുന്ന ഒന്ന് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ABA അപ്രോച്ച് ഫോളോ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സോഷ്യൽ സ്കിൽസ് ഇല്ലെങ്കിലോ ആങ്സൈറ്റി ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ CBT അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്ലേ തെറാപ്പിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, കുഞ്ഞുങ്ങളെ കൺസൾട്ട് ചെയ്യിപ്പിക്കുന്ന സൈക്കോളജിസ്റ്റ് എപ്പോഴും വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. അവർക്ക് കുഞ്ഞുങ്ങളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാനും കുഞ്ഞുങ്ങളെ നന്നായിട്ട് ലിസൺ ചെയ്യാനും അവരുമായിട്ട് നല്ലൊരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും കൺസേണും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളുടെ സൈക്കോളജിക്കൽ നീഡ് എന്താണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു കൺസേൺ ഓഫ് ബിഹേവിയർ പേരൻറ്റ് പറയുകയാണെങ്കിൽ ആ ബിഹേവിയർ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഈ സ്വഭാവം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കണമെന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്ട്രാറ്റജീസ് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് സ്കൂളിലെ സാഹചര്യങ്ങളിലും വീട്ടിലെ സാഹചര്യങ്ങളിലും എങ്ങനെ അത് പ്രാവർത്തികമാക്കണമെന്നുള്ളത് പേരൻസുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും അതോടൊപ്പം തന്നെ സ്കൂൾ ടീച്ചേഴ്സുമായിട്ടും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം.